വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ അധികാരമേൽക്കും. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ 21-ന്. മുഖ്യമന്ത്രി സ്ഥാനത്ത് കടുത്ത പ്രതിഷേധവുമായി രമേശ് ചെന്നിത്തല. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. ഹൈക്കമാൻഡ് തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDF-ന്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനത്തെ ആവേശത്തോടെ സ്വീകരിച്ച് പ്രവർത്തകർ. വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. 102 സീറ്റോടുകൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർന്നു. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. KPCC ആസ്ഥാനത്ത് വി.ഡി. സതീശന് വൻ സ്വീകരണം. A.K. ആന്റണിയെ വീട്ടിലെത്തിക്കണ്ട് സതീശൻ. ആശംസകൾ നേർന്നും 2001-ലെ അനുഭവം ഓർമ്മിപ്പിച്ചും ആന്റണി. കേരളത്തെ നയിക്കാൻ തെക്കേ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റായി വികസന കാര്യത്തിലും ജനക്ഷേമ കാര്യത്തിലും ഒന്നാമത്തെ സ്റ്റേറ്റായി കേരളം നയിക്കാനുള്ള നിയോഗം കോൺഗ്രസ് പാർട്ടി UDF സ്വാഭാവിക നീതിയെന്ന് VM സുധീരൻ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് നിരാശപ്പെടുത്തുന്നുവെന്ന് NSS. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന് G. സുകുമാരൻ നായർ. സതീശൻ സർക്കാർ 5 വർഷം പൂർത്തീകരിക്കുമോ എന്ന് കണ്ടറിയാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തൊടുപുഴയിലെ പ്രകോപന മുദ്രാവാക്യത്തിൽ നടപടിയുമായി യൂത്ത് ലീഗ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. തീരുമാനം CPM സംസ്ഥാന സമിതിയിൽ. സംഘടനാ വീഴ്ചയിൽ അതിരൂക്ഷ വിമർശനം. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പുനഃസംഘടന വേണമെന്ന അംഗങ്ങൾ. വിമർശനങ്ങൾക്ക് മറുപടി നൽകാതെ പാർട്ടി സെക്രട്ടറിയും പിണറായിയും.